എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ റംലാൻ ആശംസകൾ. റംലാൻ മാസം ആത്മീയ ശുദ്ധിയുടെയും നിയന്ത്രണത്തിന്റെയും മാസമാണല്ലോ. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ നോമ്പ് പിടിക്കാനായി തയ്യാറായി നിൽക്കുകയാണ്. തീർച്ചയായും നമുക്ക് നിർബന്ധമാക്കപ്പെട്ട ഒരു ഇബാദത്താണല്ലോ നോമ്പ് നോൽക്കുക എന്നത്. പക്ഷേ ആരോഗ്യ പ്രശ്നമുള്ള വ്യക്തികളെ നോമ്പിൽ നിന്നും നമ്മുടെ ഇസ്ലാം മതം ഒഴിവാക്കിയിരിക്കുകയാണ്. ആരോഗ്യ സംരക്ഷണവും ഒരു ഇബാദത്താണല്ലോ. പ്രമേഹമുള്ള വ്യക്തികൾ നോമ്പ് നോൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ്രമേഹമുള്ള എല്ലാ വ്യക്തികൾക്കും നോമ്പ് നോൽക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നതാണ് ആദ്യത്തെ സംശയം. കൃത്യമായ രീതിയിൽ നിത്യേന ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് വീടുകളിൽ ഷുഗർ പരിശോധിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഡയബറ്റീസ് നിയന്ത്രണത്തിലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നോമ്പ് നോൽക്കാവുന്നതാണ്. മറിച്ച് ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ അവരുടെ ഷുഗർ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കൂടെ ഷുഗർ താഴ്ന്നു പോകാനുള്ള സാധ്യതയും കൂടാനുള്ള സാധ്യതയും ഉള്ളത് കൊണ്ട് ടൈപ്പ് 1 ബാധിതരായിട്ടുള്ള വ്യക്തികൾ നോമ്പ് നോൽക്കാതിരിക്കുന്നതാണ് ഉചിതം. ടൈപ്പ് 1 ഡയബറ്റീസ് കൂടാതെ റിക്കറന്റ് ഹൈപ്പോഗ്ലൈസീമിയ വരുന്ന വ്യക്തികൾ അഥവാ 70-ലും താഴെ ഷുഗർ പോകുന്ന അവസ്ഥയുള്ള വ്യക്തികളാണെങ്കിൽ നോമ്പ് നോൽക്കാൻ പാടുള്ളതല്ല. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ദീർഘകാലമായിട്ടുള്ള ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയി പോവുകയാണെങ്കിൽ ആ വ്യക്തികളും നോമ്പ് നോൽക്കാൻ പാടുള്ളതല്ല. കൂടാതെ ഗർഭിണികളായ പ്രമേഹബാധിതരായ വ്യക്തികളും നോമ്പ് നോൽക്കാൻ പാടുള്ളതല്ല. ഇനി നോമ്പ് പിടിക്കുകയാണെങ്കിൽ ആ വ്യക്തികൾ എപ്പോഴാണ് നോമ്പ് മുറിക്കേണ്ടത് എന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഷുഗറിന്റെ അളവ് 70-ൽ താഴെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ 250 അല്ലെങ്കിൽ 300-ന്റെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ നോമ്പ് മുറിക്കേണ്ടതാണ്. ആ വ്യക്തികളിൽ ശരീരാസ്വസ്ഥതകൾ, ക്ഷീണം, തളർച്ച, തലചുറ്റൽ എന്നീ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ നോമ്പ് മുറിക്കേണ്ടതാണ്. റമളാൻ മാസത്തിൽ പ്രമേഹ ബാധിതരായിട്ടുള്ള വ്യക്തികൾ തീർച്ചയായും ശ്രദ്ധയോടുകൂടി തന്നെ വേണം നോമ്പ് നോൽക്കാനായിട്ട്. ആ വ്യക്തികൾ തീർച്ചയായും ഓരോ നേരത്തും ഷുഗർ പരിശോധിക്കാനായിട്ട് ശ്രമിക്കുക. രാവിലെ അത്താഴത്തിന്റെ സമയത്ത് നോമ്പ് മുറിച്ചതിന് ശേഷം കൂടാതെ ഇടനേരത്തിലും ഉച്ച സമയങ്ങളിലും ഷുഗർ പരിശോധിക്കാനായിട്ട് ശ്രമിക്കുക. കുത്തി പരിശോധിക്കുന്നത് മൂലം നിങ്ങളുടെ നോമ്പ് മുറിയുകയില്ല. ഇത് മിക്ക ആൾക്കാരിലുമുള്ള തെറ്റായ ഒരു ധാരണയാണ്. റമളാൻ മാസത്തിൽ മരുന്നുകളുടെ ഉപയോഗം ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനായിട്ട്. ഇൻസുലിൻ അല്ലെങ്കിൽ മറ്റു വീര്യമേറിയ മരുന്നുകൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായും മരുന്നിലെ ഡോസിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ കാര്യങ്ങൾ ചെയ്യാനായി ശ്രദ്ധിക്കുക. ഏവർക്കും ആരോഗ്യകരമായ ഒരു റമളാൻ മാസം നേരുന്നു.